أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الرسل كلوا من الطيبات واعملوا صالحا إني بما تعملون عليم. وإن هذه أمتكم أمة واحدة وأنا ربكم فاتقون. فتقطعوا أمرهم بينهم زبرا كل حزب بما لديهم فرحون. فذرهم في غمرتهم حتى حين. أيحسبون أن ما نمدهم به من مال وبنين نسارع لهم في الخيرات بل لا يشعرون. إن الذين هم من خشية ربهم مشفقون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1236 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായമായ സൂറത്തുൽ മുഅ്മിനൂൻ്റെ പഠനത്തെ തുടർന്നുള്ള 2-ാം ദിവസ ചർച്ചയാണ് ഇന്ന് ആരംഭിക്കുന്നത്. ചർച്ചക്കാർ മുൻകുറിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹർ റുസുലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. വഇന്ന ഹാദിഹി ഉമ്മത്തുകും ഉമ്മതൻ വാഹിദ വഅന റബ്ബുകും ഫത്തഖൂൻ. فتقطعوا أمرهم بينهم زبرا كل حزب بما لديهم فرحون. فذرهم في غمرتهم حتى حين. أيحسبون أن ما نمدهم به من مال وبنين نسارع لهم في الخيرات بل لا يشعرون. إن الذين هم من خشية ربهم مشفقون. صدق الله العلي العظيم. സൂറത്തുൽ മുഅ്മിനൂനിലെ ഏകദേശം മധ്യത്തിലുള്ള 81 മുതൽ 85, 86 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നടന്ന ചർച്ചയുടെ തുടർച്ചയായിട്ട് ചില വിഷയങ്ങളാണ് സൂറത്തുൽ മുഅ്മിനൂനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നിർവഹിക്കാനുള്ളത്. ഇന്നലെ 2 ചോദ്യങ്ങളാണ് നമ്മളുടെ മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ 2 ചോദ്യങ്ങൾ, അതിലൊന്നാമത്തേത് ഞാൻ വിശദമായിട്ട് പ്രതിപാദിക്കുകയുണ്ടായി. നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ആ ചോദ്യം, അതിന് വ്യക്തമായിട്ട് ഞാനൊരു മറുപടി നൽകിയിട്ടുണ്ട്. രണ്ടാമത്തത് അബ്ദുൽ ഹക്കീം ഉന്നയിച്ച ചോദ്യമായിരുന്നു. അതിനെ ഭാഗികമായിട്ട് അത് പ്രതിപാദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കി ഭാഗങ്ങൾ പറയേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം അബ്ദുൽ ഹക്കീം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അത് കൈകാര്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുപക്ഷെ നാളെ കൂടി ഈ ചർച്ചക്കും ചോദ്യോത്തരങ്ങൾക്കും ഒക്കെ ആയിട്ട് മാറ്റിവെക്കേണ്ടി വരുമെന്നാണ് കരുതുന്നത്. അപ്പൊ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം
അബ്ദുൽ ഹക്കീം ചൂണ്ടിക്കാണിച്ച സംഗതി, ഹദീസ് നിഷേധത്തിനെ പരാമർശിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഹദീസുകളെ അസ്വീകാര്യമായ വിധത്തിൽ കണ്ടുകൊണ്ട് ഖുർആനെ വ്യാഖ്യാനിച്ച് അത് വലിയ വിധത്തില് ആളുകളെ വഴിതെറ്റിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു സംഗതിയാണ് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ ചോദ്യം ഒന്നുകൂടി നിങ്ങളെ കേൾപ്പിക്കാം. അതിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തതാണെങ്കിലും അതിലെ ചില സംഗതികൾ ശ്രദ്ധ പതിയേണ്ടതുള്ളത് കൊണ്ട് ആ ചോദ്യം ഒന്നുകൂടി കേൾപ്പിക്കുകയാണ്. വളരെ ആസൂത്രിതമായി ഹദീസുകളെ നിഷേധിച്ചും അപ്രസക്തമാക്കിയും പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ച് വിശ്വാസികൾക്കിടയിൽ വിശ്വാസിയായി ചമഞ്ഞ് പുതുതലമുറയിൽ മാത്രമല്ല വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ച് വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന വല്യപ്പന്മാരുടെ ഈമാനിനെ പോലും പ്രവർത്തിക്കുന്ന സർവമത സത്യവാദം പ്രചരിപ്പിക്കുന്ന ഖുർആൻ അകംപൊരുൾ എന്ന ശൈത്താനീയത്തിനെതിരെ സൂറത്തുൽ മുഅ്മിനൂന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കേണ്ടതില്ലേ എന്നതാണ് ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട ചില സംഗതികൾ ഞാൻ ഇന്നലെ പറയുകയുണ്ടായി. ഈ പരാമർശിക്കപ്പെട്ട ഖുർആൻ വ്യാഖ്യാനം നിർവഹിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലും മറ്റുമൊക്കെ തന്നെ വിശുദ്ധ ഖുർആനിലെ ആയാത്തുകളെ വിശദീകരിക്കുന്നതിൽ അറബി ഭാഷ അനുവദിക്കുന്ന ഭാഷാപരമായ സാധ്യതകളെ പോലും പരിഗണിക്കാത്ത, അല്ലെങ്കിൽ അതിന്റെ പരിമിതികളെ പോലും ഉൾക്കൊള്ളാത്ത വിധത്തിലാണ് പലപ്പോഴും അർത്ഥം പറയുന്നത് കേട്ടിട്ടുള്ളത്. ഇതിലെ ഈ അകംപൊരുളിന്റെ ഒന്നാമത്തെ വാള്യം ഞാൻ പലയിടം വായിച്ചപ്പോ വളരെ വ്യക്തമായ വിധത്തിൽ തന്നെ അർത്ഥം നൽകുന്നതിൽ, ഖുർആന്റെ ആയാത്തുകൾക്ക് അർത്ഥം നൽകുന്നതിൽ വലിയ ഡീവിയേഷൻ നടത്തിക്കൊണ്ടാണ് അതിൽ നൽകപ്പെട്ടിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റിയത്. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലും പല വീഡിയോസിലും ഒക്കെ തന്നെ ഭാഷാപരമായിട്ട് പോലും നമുക്ക് യോജിക്കാൻ കഴിയാത്ത അർത്ഥകൽപ്പനകൾ നൽകിക്കൊണ്ട് വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിക്കുന്നതായിട്ടാണ്, ആയാത്തുകളെ വ്യാഖ്യാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. അപ്പൊ അത് വരുന്നത് അടിസ്ഥാനപരമായി ഹദീസുകൾ അസ്വീകാര്യമാണ്, ഹദീസുകൾ അടിസ്ഥാനരഹിതമാണ്, അവക്ക് യാതൊരു ആധികാരികതയും ഇല്ല എന്ന ഒരു വാദം സ്ഥാപിച്ചെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഗതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള സംഗതിക്കാണ് നമ്മൾ ഹദീസ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കർമ്മ മാതൃക, ജീവിത മാതൃക എന്നത് ഖുർആൻ നമ്മളോട് പിന്തുടരാൻ ആവശ്യപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അത് വ്യക്താക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ദൂതനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ഖുർആൻ പറയുമ്പോൾ അവിടെ ഖുർആന്റെ കാര്യമല്ല പരാമർശിക്കുന്നത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ അനുസരിച്ച് ജീവിച്ച് കാണിച്ചു തരുന്ന ആ മാതൃകയെ കുറിച്ചാണ്. ആ മാതൃക, അതിനാണ് നമ്മൾ വേറെ ചില നിലക്ക് ഹദീസെന്നും സുന്നത്തെന്നും ഒക്കെ പറയുന്നത്. അപ്പൊ ഇത് ഉസ്വത്തുൻ ഹസനത്ത് എന്ന പദം, എന്ന പ്രയോഗം നടത്തിക്കൊണ്ട് ഖുർആൻ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മ മാതൃക, ജീവിത മാതൃക, അത് ഇന്ന് നമുക്ക് ലഭ്യമാവുന്നത് അവ രേഖപ്പെടുത്തപ്പെട്ട രൂപത്തിലാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിലെ ഫിഖ് ചിന്താധാരകളൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളതൊക്കെ തന്നെ ഖുർആനെ അടിസ്ഥാനപ്പെടുത്തുന്ന പോലെ തന്നെ ഇതും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ്. അതില് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, വിശുദ്ധ ഖുർആനോട് സംഘർഷപ്പെടുന്ന വിധത്തിലല്ല ഹദീസുകളെ മനസ്സിലാക്കേണ്ടത്. ബുർഹാനായത്, ഫുർഖാനായത് വിശുദ്ധ ഖുർആനാണ്, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. ഖുർആൻ അങ്ങനെ തന്നെ പരാമർശിക്കുന്നുണ്ട്. അപ്പോ ഖുർആനുള്ള വിശദീകരണമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മളുടെ മുന്നിലുള്ളത്. അപ്പോ ഖുർആന്റെ ആ അടിസ്ഥാന ആശയങ്ങളോട്
വിയോജിക്കുന്ന വിധത്തിലോ സംഘർഷപ്പെടുന്ന വിധത്തിലോ ഹദീസുകൾ നമ്മൾ സ്വീകരിക്കുകയല്ല വേണ്ടത്. ഹദീസുകളോട് അത് പല ഗ്രേഡുകളായിട്ടൊക്കെ തിരിച്ചു വെച്ചത് നമുക്കറിയാലോ. വിശുദ്ധ ഖുർആനിലെ 6236 ആയത്തുകളില് അങ്ങനെ സഹീഹ് എന്ന്, ലഈഫ് എന്ന്, ഹസൻ എന്ന്, അതുപോലെ മുത്തവാത്തിർ എന്ന വിധത്തിലൊന്നുള്ള കാറ്റഗറികളായിട്ട് തിരിച്ചു വെച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഗതി ഖുർആന്റെ കാര്യത്തിലില്ല. പക്ഷെ ഹദീസിന്റെ കാര്യത്തിൽ അങ്ങനെയുണ്ട്. അതിന്റെ കാരണം ഹദീസുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടും കേട്ടും അതുപോലെ നിരീക്ഷിച്ചും ഒക്കെ ഉണ്ടായിരുന്ന ആളുകള് അത് റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അത് രേഖപ്പെടുത്തിയതാണല്ലോ ഹദീസുകൾ. ഇതില് മനുഷ്യ സഹജമായും ഉദ്ദേശപൂർവ്വം ഒക്കെ വന്നു ചേരാൻ ഇടയുള്ള പിഴവുകൾ ഉണ്ടാകും. അപ്പൊ ഇത്തരം പിഴവുകളെ ഒഴിച്ചു നിർത്താന് ചില മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഹദീസ് ക്രോഡീകരിച്ച പണ്ഡിതന്മാർ അത് നിർവഹിച്ചിട്ടുള്ളത്. അപ്പൊ അവര് അതിന്റെ ടെക്സ്റ്റിന്റെ സ്വീകാര്യത, അത് റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ ക്രെഡിബിലിറ്റിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അത് രേഖപ്പെടുത്തി ഇങ്ങനെ കാറ്റഗറികളായിട്ട് തിരിച്ചു വെച്ചിട്ടൊക്കെ ഉള്ളത്. എന്നാൽ പോലും അതിന്റെ മത്തിന് അതിന്റെ ഉള്ളടക്കം, അതിന്റെ ടെക്സ്റ്റിന്, ഹദീസുകളുടെ ടെക്സ്റ്റിന് ഖുർആന്റെ ആശയങ്ങളുമായിട്ട് സംഘർഷമുണ്ട് എങ്കിൽ നമ്മൾ അത് മാറ്റിവെക്കുകയാണ് വേണ്ടത്. അതിനെ തള്ളിക്കളയല്ല, അല്ലെങ്കിൽ അതിനെ അതേപടി കണ്ണു ചിമ്മി ഫോളോ ചെയ്യല്ല. ഖുർആനോട് സംഘർഷപ്പെടുന്ന വിധത്തിലുള്ള ഹദീസുകൾ നമ്മൾ മാറ്റിവെക്കുകയാണ് ഏറ്റവും സൂക്ഷ്മതയുള്ള ഒരു നിലപാട്. ചിലതൊക്കെ ഔട്ട്റൈറ്റ് ആയിട്ട് ഖുർആനോട് വിരുദ്ധമായത് പൂർണ്ണമായിട്ടും വ്യാജമായ നിർമ്മിതികളായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ തള്ളിക്കളയേണ്ടിയും വരും. അങ്ങനെയാണ് അത് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ ഇതിന് വളരെ പ്രശംസനീയമായ രീതിയിൽ ഹദീസുകൾ രേഖപ്പെടുത്തുന്നതിലും അതിനെ കാറ്റഗറികളായി തിരിക്കുന്നതിലും ഒക്കെ വളരെ സൂക്ഷ്മതയും ശ്രദ്ധയും ചെലുത്തിക്കൊണ്ട് ഹദീസ് ക്രോഡീകരിച്ച പണ്ഡിതന്മാരെ നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ പോലും അത് പെർഫെക്റ്റ് ഒന്നുമല്ല. നമുക്കത് പുനരാലോചനയ്ക്ക് വിധേയമാക്കാവുന്നതാണ്. ഖുർആനുമായിട്ട് ഏതെങ്കിലും ഹദീസ് സംഘർഷപ്പെടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവേണ്ടതേ ഉള്ളൂ. ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് തഖ്വയാണ്. തഖ്വ പലപ്പോഴും ഒരു അജണ്ടയോടുകൂടി ഇറങ്ങുന്ന ആളുകൾ കാണിച്ചോളണമെന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ തെളിയിക്കാനുള്ള വ്യഗ്രത, അതുപോലെ ചില വ്യത്യസ്തതയുടെ പേരിൽ സ്വന്തം നിലനിൽപ്പ്, അല്ലെങ്കിൽ സ്വന്തം അസ്തിത്വം, അല്ലെങ്കിൽ സ്വന്തം മേൽവിലാസം, താൻ ഒരു വ്യത്യസ്തതയുള്ള ഒരു ആശയം കൊണ്ടുവന്ന ആളാണ് എന്ന പേരിൽ ഒരു ഐഡന്റിറ്റി, ഇതിനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ തഖ്വയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിശുദ്ധ ഖുർആന്റെ അവതരണത്തിനെ തുടർന്ന് ഈ നാളിതുവരെയുള്ള കാലം ഇസ്ലാമിക സമൂഹത്തില് എല്ലാ ഘട്ടങ്ങളിലും ഇത്തരം വിഷയങ്ങൾ നിരന്തരം പ്രശ്നങ്ങളായി മാറിയിട്ടുണ്ട്. അതൊക്കെയും ഹദീസുകളെ പരാമർശിച്ചുകൊണ്ടും, അല്ലെങ്കിൽ ഹദീസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള വിഷയങ്ങളിലാണ്. അപ്പോ ഇതില് നല്ല സൂക്ഷ്മത കാണിക്കുക എന്നത് ഒരാളുടെ ഹിദായത്ത്, ഒരാളുടെ സന്മാർഗ ലബ്ധിക്ക് തന്നെ വളരെ അടിസ്ഥാനപരമായിട്ട് ആവശ്യമായ ഒരു സംഗതിയാണ്. വളരെ ശ്രദ്ധയും കരുതലും ഇല്ലെങ്കിൽ നമ്മൾ ഈ മേഖലയിൽ വലിയ പിഴവ് സംഭവിച്ചവരായി മാറും. പിശാച് നിരന്തരം നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അത് പിശാച് അതിനു വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആളാണല്ലോ. അപ്പോ ന്യായമായിട്ടും ഇത്തരം സാധ്യതകൾ ഉള്ളിടത്ത് വന്ന് കടന്നു കയറിയിട്ട് ആളുകളെ ലലാലത്തിലാക്കാൻ വേണ്ട നിരന്തരമായ ഇടപെടലുകൾ പിശാച് നടത്തും എന്നതാണ്. ഇപ്പോ ഹദീസുകളില് അതിന്റെ ക്രോഡീകരിക്കപ്പെട്ട രൂപത്തിലുള്ളതിൽ തന്നെ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് ഉയർത്തി കാണിച്ചുകൊണ്ട് ഹദീസുകളുടെ അസ്വീകാര്യത സ്ഥാപിച്ചെടുക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ വലിയ അപകടം ഉണ്ടാക്കുന്നത് ഈ ദീനിന് തന്നെയാണ്, വിശുദ്ധ ഖുർആന്റെ സ്വീകാര്യതക്ക് തന്നെയാണ് വലിയ അപകടം ഉണ്ടാക്കുന്നത്.
കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, വിശുദ്ധ ഖുർആന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തു എന്ന് ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അതുപോലെ ചരിത്രത്തിന്റെയോ ഹദീസുകളുടെയോ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് എന്നത് അള്ളാഹു വ്യക്തമാക്കിയിട്ടില്ല. അതേ സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അതിന്റെ അക്ഷരങ്ങൾ സംരക്ഷിക്കൽ മാത്രമല്ലല്ലോ. വിശുദ്ധ ഖുർആനിലൂടെ ഒരു സന്ദേശം അള്ളാഹു മനുഷ്യ സമൂഹത്തിന് നൽകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാക്ടീസ് ഓഫ് റിലിജൻ എന്നൊരു സംഗതിയും സ്ഥാപിതമാവേണ്ടതുണ്ട്. അപ്പോ തീർച്ചയായിട്ടും ഖുർആൻ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഖുർആന്റെ സന്ദേശം മനുഷ്യ സമൂഹത്തിന് ലഭ്യമാകുന്ന വിധത്തില് പ്രയോഗത്തിൽ അത് എങ്ങനെ നടപ്പിലാക്കാം എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ട വിശദാംശങ്ങൾ നൽകുന്ന ഹദീസുകളും ആ വിധത്തിൽ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അത് അള്ളാന്റെ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് വളരെ നിർണായകമായ ഘട്ടങ്ങളില് ഈ ഹദീസ് ക്രോഡീകരിച്ച പണ്ഡിതന്മാര് രംഗത്ത് വന്നതും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയൊക്കെ ഉണ്ടായിട്ടുള്ളത്. മനുഷ്യര് കാണിക്കേണ്ട സൂക്ഷ്മത അതിന്റെ ഏറ്റവും തികവാർന്ന വിധത്തിൽ കാണിച്ചുകൊണ്ട് അതിനെ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആന്റെ ആശയം കൃത്യതയോടെയും വ്യക്തതയോടെയും ഒക്കെ നമുക്ക് ലഭിക്കുന്ന വിധത്തില്, അത് പ്രയോഗത്തില് നമുക്ക് ഉപകരിക്കുന്ന വിധത്തില് ഹദീസുകള് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അതിന് ഏറ്റവും ആവശ്യമുള്ളത് ഈ സൂക്ഷ്മതയും ശ്രദ്ധയുമാണ്. നമ്മള് ഒരു അജണ്ടയോടുകൂടി ഇറങ്ങുമ്പോൾ സത്യം എന്താണ് എന്നത് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യാനുള്ള സന്നദ്ധതയ്ക്ക് പകരം നമ്മുടെ മനസ്സിൽ ചില സംഗതികൾ ഉള്ളത് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ ഒരിക്കലും തന്നെ നമ്മൾ ഹക്ക് ലഭിച്ചവരോ അല്ലെങ്കിൽ ഹക്ക് പിന്തുടരുന്നവരോ ഒന്നും ആവില്ല. നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖ വർസുഖ്ന ഇത്തിബാഅ. അല്ലാഹുവെ ഹക്കായിട്ട് കാണിച്ചു തരികയും അത് പിന്തുടരാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യണമേ. അതുപോലെ അരിനൽ ബാത്തിലിനെ ബാത്തിലായിട്ട് കാണിച്ചു തരികയും അതിനെ വർസുഖ്ന ജിത്തിനാബ, അത് വെടിയാനുള്ള, അതിനെ മാറ്റി നിർത്താനുള്ള തൗഫീഖും നൽകണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നമുക്ക് വലിയൊരു ചൂണ്ടുപലകയായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോ ഹക്കായിട്ട് കാണുക എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങുന്ന ആളുകള് താർക്കികന്മാരാവില്ല. അവര് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുക. സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും സമീപിച്ചുകൊണ്ട് ഹക്ക് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ഉണ്ടാവുക. തർക്കിച്ച് ജയിച്ചത് കൊണ്ട് നമ്മൾ ഒരിക്കലും തന്നെ സത്യമാർഗത്തിലാകും എന്നതിന് യാതൊരു അഷ്വറൻസും ഇല്ല. അങ്ങനെ യാതൊരു അഷ്വറൻസും ഇല്ല. തർക്കിക്കാൻ ആവശ്യമായ സ്കിൽസ് ആർക്കാണോ കൂടുതലുള്ളത് അവര് മികവ് കാണിക്കും, അവര് വിജയിച്ച് മുന്നേറിയെന്നൊക്കെ വരും. പക്ഷെ അവര് ഹക്ക് പിന്തുടരുന്നവരാവോ? വളരെ സംശയകരാണത്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം തർക്കത്തിനല്ല പ്രസക്തി ഉള്ളത്. കാര്യങ്ങള് ഹക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം, അതും നല്ല തഖ്വയോട് കൂടിയുള്ള ശ്രമമാണ് ഈ വിഷയത്തിൽ ആവശ്യമുള്ളത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. വ്യക്തികളായാലും സമൂഹങ്ങളായാലും പണ്ഡിതന്മാരായാലും സാധാരണ ജനങ്ങളായാലും ഇത് ഒരു മാർഗദർശക തത്വമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് വേണം കാര്യങ്ങളെ സമീപിക്കാൻ. ഇല്ലെങ്കിൽ നമുക്ക് തർക്കം ജയിക്കും, ഡിബേറ്റിൽ നമ്മൾ മുന്നിടും, ജനങ്ങളുടെ കയ്യടി നമ്മൾ വാങ്ങും, പക്ഷെ നമ്മൾ പിന്തുടരുന്നത് ലലാലത്ത് തന്നെയായിരിക്കും. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോ ഹദീസുകൾ അസ്വീകാര്യമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഖുർആൻ സ്വന്തം നിലക്കങ്ങ് വിശദീകരണങ്ങൾ നൽകി പോകുന്ന ഒരു പ്രവണത പല ഘട്ടങ്ങളിലും പലരും കാണിച്ചിട്ടുണ്ട്. സമീപകാലത്ത് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഇത് അതിനൊരു മികച്ച ഉദാഹരണമായിട്ട് കാണാനും പറ്റും. അപ്പോ സ്വന്തം നിലക്ക് പറയുമ്പോൾ പിന്നെ അതിന് ഖുർആന്റെ പിൻബലമില്ല, അതുപോലെ ഹദീസുകളുടെയോ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇസ്ലാമിക വിജ്ഞാന പൈതൃകത്തിന്റെ ഒന്നും പിൻബലമില്ല. നമുക്ക് തോന്നുന്നത് നമ്മള് വ്യാഖ്യാനിക്കുകയാണ്. അതിൽ കാണുന്നത് ഏറ്റവും അപകടകരമായ ഒരു സംഗതി, ഭാഷാപരമായിട്ട് പോലും നമുക്ക് സ്വീകാര്യമല്ലാത്ത അറബി ഭാഷയിലെ പ്രയോഗങ്ങൾക്ക് ഇല്ലാത്ത അർത്ഥങ്ങൾ നൽകിക്കൊണ്ട് അറബി ഭാഷ അറിയാത്ത ആളുകളെ വിശേഷിച്ച് വഴിതെറ്റിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രത്യേക ഉദാഹരണത്തിൽ കൂടുതലായിട്ട്
എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളത്. പല വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഈ ബന്ധപ്പെട്ട ആളുമായിട്ട് തന്നെ ഇത് പങ്കുവെക്കുകയുണ്ടായിട്ടുണ്ട്. അതിനൊന്നും ഒരു എന്തെങ്കിലും പ്രസക്തമായ പ്രതികരണങ്ങൾ എനിക്ക് ഇതുവരെ തന്നിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ ഒരു തർക്കത്തിന്റെയോ വാദപ്രതിവാദത്തിന്റെയോ ആളല്ലാത്തത് കൊണ്ട് അതിന്റെ പുറകെ എങ്ങനെ പോകാറുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വെറും സമയം കളയുന്ന ഒരു ഏർപ്പാട് മാത്രമാണ്. കാരണം ഹക്ക് അല്ല അതിലൊന്നുള്ളത് എന്നത് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതൽ തിരിയാതിരിക്കുന്നത്. പിന്നെ സമൂഹത്തില് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകള് വലിയ വാദപ്രതിവാദങ്ങളും അതിന്റെ വേദികളൊരുക്കലും അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചെയ്യുന്ന ആളുകൾ ചെയ്തോളും, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം എന്റെ ഒരു മെറിറ്റുള്ള ഒരു ഏരിയ അല്ലത്. ഞാൻ കൂടുതലായിട്ടും വൈജ്ഞാനികമായ അന്വേഷണത്തിലും അതുപോലെ ഗവേഷണത്തിലും ഒക്കെ താല്പര്യം കാണിക്കുന്ന ഒരാളാണ്. ഈ തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സ്റ്റേജുകളിൽ വിജയം നേടുക എന്ന ഒരു ലക്ഷ്യം എനിക്ക് ഒട്ടുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സംഗതിക്ക് പോവാറില്ല. അപ്പൊ ഞാനിവിടെ സൂചിപ്പിച്ചു വന്നത് ഈ ഹദീസുകൾ അസ്വീകാര്യമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അതിനു വേണ്ട വിധത്തില് ഉള്ള സംസാരമൊക്കെ നടത്തിയിട്ട് പിന്നെ ഖുർആൻ സ്വന്തം നിലയ്ക്ക് വ്യാഖ്യാനിക്കുന്നത് ഒരിക്കലും തന്നെ സമഗ്രതയുള്ള പരസ്പരം യോജിപ്പുള്ള ഒരു ആയത്തിന് കൊടുത്ത വ്യാഖ്യാനം മറ്റൊരു ആയത്തുമായിട്ട് യോജിപ്പുള്ള വിധത്തില് അല്ലാത്ത നിലക്ക് പരസ്പര വൈരുദ്ധ്യം കുത്തി നിറച്ച വിധത്തിലുള്ള ഒരു വ്യാഖ്യാന ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് സാധാരണ ഗതിയില് ഭൗതിക വിദ്യാഭ്യാസമൊക്കെ വളരെ കൂടുതൽ കിട്ടിയ ആളുകൾ തന്നെ ആവാമെങ്കിലും അറബി ഭാഷയോ ഖുർആന്റെ ഉലൂമുൽ ഖുർആനോ ഒന്നും പഠിച്ചിട്ടില്ലാത്ത സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അവരെ എളുപ്പത്തില് അത് നല്ലതാണ്, അതാണ് ശരി എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് അവരെ വഴിപഴപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകള് വളരെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള വളരെ ഉയർന്ന പ്രൊഫഷനിലൊക്കെയുള്ള സമൂഹത്തിൽ വലിയ സോഷ്യൽ സ്റ്റേറ്റസ് ഒക്കെ ഉള്ള ആളുകളാണ് ഇത്തരം ദുർവ്യാഖ്യാനങ്ങളുടെ ഇരകളായി മാറുന്നത് എന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത് എന്റെ നിരീക്ഷണത്തില് അറബി ഭാഷ നന്നായി അറിയുന്ന ഖുർആന്റെ ആയാത്തുകളെ അറബി ഭാഷയിൽ തന്നെ ശരിയായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളൊന്നും തന്നെ ഇത്തരം ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് പോകുന്ന ആളുകളുടെ കൂടെ കൂടുന്നത് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോ ഇതിനെതിരില് സൂറത്തുൽ മുഅ്മിനൂന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കേണ്ടതില്ലേ എന്നുള്ള ഒരു ചോദ്യം യഥാർത്ഥത്തില് ഇതൊക്കെ അത്തരം പ്രതികരണങ്ങൾ തന്നെയാണ്. ഇതിനേക്കാളേറെ തന്നെ വളരെ സമഗ്രമായിട്ട് അദ്ദേഹത്തിന്റെയും അതേപോലെയുള്ളവരുടെയൊക്കെ വിശദീകരണങ്ങള് പ്രഭാഷണങ്ങളിലും എഴുത്തിലുമായിട്ടുള്ളത് വിലയിരുത്തിക്കൊണ്ട് അതിലെ ശരിയും തെറ്റും വേർതിരിച്ച് സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കാനുള്ള ഒരു എഫേർട്ട് അത് ഒരാൾ ചെയ്തത് കൊണ്ട് മതിയാവും തോന്നുന്നില്ല. കാരണം അത്രയും വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന അപകടം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് അതിലൊക്കെ കുത്തി നിറച്ചിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് സംഘടിതമായിട്ടുള്ള ഒരു ശ്രമം, അതിന് യോഗ്യതയുള്ള പാണ്ഡിത്യവും അറിവും ഒക്കെയുള്ള അറബി ഭാഷ അറിയുന്ന ആളുകൾ അതിനുവേണ്ടി കലക്റ്റീവായ ഒരു എഫേർട്ട് നടത്തുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സംഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ അനിവാര്യമാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോ മഞ്ചേരിയിൽ കഴിഞ്ഞ ദിവസം ഒരു പുസ്തക പ്രകാശനം, ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടതായിട്ട് എന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അത് അത്തരം ഒരു പ്രതികരണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ആ പുസ്തകം വായിക്കാനോ കാണാനോ ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ അതിന്റെ ഒരു റിപ്പോർട്ടുകൾ അതിനെക്കുറിച്ചുള്ളത് വായിച്ചപ്പോൾ മനസ്സിലായത് എനിക്ക് ഇത്തരം ആളുകൾ ഉയർത്തുന്ന ഭീഷണികൾക്ക് ഉള്ള സമഗ്രമായ പ്രതികരണമായിട്ട് ആണ് ഹദീസ് നിഷേധം എന്ന വിഷയത്തെക്കുറിച്ച് ആ പുസ്തകം രചിച്ചുകൊണ്ട് അതിന് സഹകരിച്ച പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നതൊന്നും വിലയിരുത്താനോ അഭിപ്രായം പറയാനോ എനിക്ക് അത് വായിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഇപ്പോ കഴിയുകയില്ല. അത് അത്തരത്തിലുള്ള ഒരു ശ്രമമാണ്. അതേപോലെയുള്ള ശ്രമം
ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത ഓരോ കാര്യത്തെയും തിരുത്തിക്കൊണ്ട് സമൂഹത്തെ കേൾപ്പിക്കുകയും അറിയിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് വളരെ നേരത്തെ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിനുള്ള ശ്രമം ഉണ്ടാവേണ്ടതുണ്ട് തീർച്ചയായിട്ടും. അള്ളാഹു അതിന് ഏറ്റവും യോഗ്യരായ ആളുകളെ കൊണ്ട് അത് അത് നിർവഹിക്കാനുള്ള തൗഫീഖ് അള്ളാഹു ഒരുക്കും എന്നുള്ള പ്രതീക്ഷയിലുമാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പിന്നെ ഞാൻ ഇന്നിവിടെ ഓതിക്കേൾപ്പിച്ച ആയത്ത് 51 ഇവിടെ പരാമർശിക്കപ്പെട്ട 51 മുതലുള്ള ആയത്തുകളുണ്ടല്ലോ, അതില് തന്നെ യഥാർത്ഥത്തില് ഈ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള സർവമത സത്യവാദം അല്ലെങ്കിൽ സർവവേദ സത്യവാദം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അദ്ദേഹം അങ്ങനെ തിരുത്തുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. സർവമത സത്യവാദം എന്ന ആക്ഷേപം ഉയർത്തപ്പെട്ടപ്പോ അദ്ദേഹം ഞാൻ സർവമത സത്യവാദത്തിന്റെ ആളല്ല, ഞാൻ സർവവേദ സത്യവാദത്തിന്റെ ആളാണെന്ന് വേണമെങ്കിൽ എന്നെ നിങ്ങൾക്ക് പറയാം എന്നൊക്കെയുള്ള നിലക്ക് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. യഥാർത്ഥത്തിൽ അള്ളാഹു ഇറക്കിയിട്ടുള്ള എല്ലാ വേദങ്ങളും സത്യം തന്നെയാണ്, അതിലൊരു സംശയവും ഇല്ല. പക്ഷെ അത് വേദമാവണം. ഇന്ന് നമ്മുടെ കയ്യിലുള്ള ടോറയും ഗോസ്പലും അതുപോലെയുള്ള വേദങ്ങളും ഒക്കെ തന്നെ അള്ളാഹു അവതരിപ്പിച്ച വേദങ്ങളുടെ അതിന്റെ തനിമ ഉള്ള തനത് രൂപത്തിലാണ് എന്നുള്ളത് അത് വായിച്ചു നോക്കിയാൽ ഒരാൾക്കും ബോധ്യപ്പെടില്ല. അത് അത്രയും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് ഇന്ന് ലഭ്യമായ തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും ഒക്കെ നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ലഭ്യമായ പ്രതികൾ. ഇത് മറ്റു വേദങ്ങളുടെ കാര്യത്തിലും ഇതിനേക്കാൾ സങ്കീർണമാവാനാണ് സാധ്യത. ഈ യഥാർത്ഥത്തിൽ ഈ വേദങ്ങളുടെ സമഗ്രമായ ആശയമാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പുനരവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് മുൻ വേദങ്ങളിലുള്ളത് ശരിയാണോ എന്നത് പരിശോധിക്കാൻ നമുക്കൊരു ടച്ച് സ്റ്റോൺ ആയിട്ടുള്ളത് വിശുദ്ധ ഖുർആനാണ്. കാരണം ഖുർആൻ പറയുന്ന കാര്യം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പ്രവാചകന്മാരെ മുഴുവനും അഭിസംബോധന ചെയ്തുകൊണ്ട് യാ അയ്യുഹർ റുസുലു കുലൂ മിനത് ത്വയ്യിബാത്തി വഅമലു സ്വാലിഹ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ. അവിടെ ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ വാന റബ്ബുക്കും ഫത്തഖൂൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം ഫതഖത്തഉ അംറഹും ബൈനഹും സുബുറ, അവരുടെ ഈ ദീനിനെ അവർക്കിടയിൽ ഛിദ്രതക്കുള്ള കാരണമാക്കി മാറ്റുകയും അതിനെ തുണ്ടം തുണ്ടമാക്കി മാറ്റുകയും എന്നിട്ട് ഓരോരുത്തരും അവരുടെ ഓരോ സംഘവും കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, ഓരോ സംഘവും അവരുടെ കയ്യിലുള്ളതിൽ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ് ഖുർആൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വസ്തുത കാണാതെയാണ് ഈ പറയപ്പെട്ട ആള് സർവ വേദ സത്യവാദം എന്നാണ് അദ്ദേഹം പ്രയോഗിക്കുന്നതെങ്കിൽ അത് ആ വിധത്തില് അത് മുന്നോട്ട് വെക്കുന്നത്. യഥാർത്ഥത്തില് ഈ ഒരു വസ്തുത അദ്ദേഹം ഓവർലുക്ക് ചെയ്യാണ്, കരുതിക്കൂട്ടി അതിനെ മറച്ചു പിടിക്കുന്ന വിധത്തിലാണ്. അള്ളാഹുടെ പറയുന്ന കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, അവർക്കിടയിൽ അവര് ഫതഖത്തഉ അംറഹും ബൈനഹും സുബുറ, ഈ ദീനിനെ ദൈവിക സന്ദേശത്തെ പ്രവാചകന്മാരിലൂടെ പല ഘട്ടങ്ങളിലായിട്ട് മനുഷ്യരാശിക്ക് അള്ളാഹു എത്തിച്ചിട്ടുണ്ടായിരുന്ന ദൈവിക സന്ദേശത്തെ അവര് കീറിമുറിച്ച് പല തുണ്ടങ്ങളാക്കി മാറ്റി. എന്നിട്ട് അവർ ഓരോ സംഘത്തിന്റെയും കയ്യില് ഭാഗികമായിട്ടുള്ള ചില സംഗതികളാണ് ഈ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അത് അവര് കൊണ്ടുപിടിച്ച് നടക്കുകയാണ്. അതിലാണ് അവര് ആഹ്ലാദം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോ നേരത്തെ വേദങ്ങൾ നൽകപ്പെട്ട സമൂഹങ്ങളുടെ കയ്യില് അതിന്റെ അൺഡാമേജ്ഡ് ആയി ഇൻടാക്റ്റ് ആയി ഉള്ള അവസ്ഥയിൽ അവരുടെ വേദങ്ങൾ ഇല്ലെന്ന്. ഉദാഹരണത്തിന് ഈസാ അലൈഹി ഇസ്ലാമിന് അവതരിപ്പിക്കപ്പെട്ട വേദം ഏത് ഭാഷയിലായിരുന്നു? അത് ഇംഗ്ലീഷിലോ ലാറ്റിനിലോ ഒന്നും അല്ലല്ലോ അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. എവിടെ അതിന്റെ മൂലകൃതി, അതിന്റെ മൂലരൂപത്തിലുള്ള അതിന്റെ അസ്ലിയായ രൂപത്തിലുള്ള കൃതി എവിടെയാണ് ലഭ്യമായിട്ടുള്ളത്? തൗറാത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. സുറിയാനി ഭാഷയിലായിരിക്കണം ഈസാ അലൈഹി ഇസ്ലാമിന് സന്ദേശം നൽകപ്പെട്ടിട്ടുണ്ടാവുക. ഹീബ്രു ഭാഷയിലായിരിക്കണം മൂസ അലൈഹി ഇസ്ലാമിന് സന്ദേശം നൽകപ്പെട്ടിട്ടുണ്ടാവുക. അതിന്റെ ഇന്ന് നമ്മളുടെ കയ്യിൽ ലഭ്യമായത് വളരെ വികലമായ പല വിധത്തിലുള്ള ചേഞ്ചസും വരുത്തിയിട്ടുള്ള സംഗതിയാണ്. ഇത് ഞാൻ പറയുന്ന സംഗതിയല്ല. ചർച്ച് അതോറിറ്റീസിന് വേദത്തിൽ തിരുത്തൽ വരുത്താനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട് എന്നത് ചേർച്ച് അതോറിറ്റീസ് എന്ന് പറയുന്ന കാര്യമാണ്.
അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും അവര് വേദത്തിന്റെ ടെക്സ്റ്റിൽ തിരുത്തൽ വരുത്തിയത് അതിന്റെ ഒരു ഹിസ്റ്ററി തന്നെ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. പല ഘട്ടങ്ങളിലായിട്ട് ഈ ചേർച്ച് അതോറിറ്റീസ് ഈ ഗോസ്പെലിലും അതുപോലെ ടോറയിലും തിരുത്തൽ വരുത്തിയതിന്റെ ടെക്സ്റ്റിലായ തിരുത്തൽ വരുത്തിയതിനെ കുറിച്ച് പറയുന്ന അതിന്റെ ചരിത്രം തന്നെ നമുക്ക് ലഭ്യമാണ്. അതിനെ അവർ ലെജിറ്റിമൈസ് ചെയ്തിട്ടുണ്ട് എന്നതാണ് വസ്തുത. അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങൾ അതിന്റെ രൂപത്തില് ഇന്ന് ലഭ്യമല്ല എന്ന ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കാതെ സർവവേദ സത്യവാദം ഉന്നയിച്ചത് കൊണ്ട് കാര്യമില്ല. സർവവേദങ്ങള് അതിന് അള്ളാഹു അവതരിപ്പിച്ച രൂപത്തിലുണ്ടെങ്കിൽ അതിനെ പിന്തുണക്കുന്നതിനും സത്യപ്പെടുത്തുന്നതിനും നമുക്ക് യാതൊരു തടസ്സവുമില്ല. മുസദ്ദിഖുൽ ലിമാ ബൈന യദൈഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ പരാമർശിക്കപ്പെടുന്നത്. കാരണം അവർക്ക് മുന്നിലുണ്ടായിരുന്ന വേദഗ്രന്ഥത്തിനെ, ഇതിനു മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് പറയുന്നത്. അതാണ് ഖുർആനെ കുറിച്ച് അള്ളാഹു നൽകുന്ന വിവരണം. എന്നിട്ട് പക്ഷെ എവിടെയാണ് അത് ലഭ്യമായിട്ടുള്ളത് എന്നതാണ് നമുക്ക് അന്വേഷിക്കേണ്ടത്. യഥാർത്ഥത്തില് അത് എവിടെയോ ലഭ്യമാവാം, അല്ലെങ്കിൽ ലഭ്യമല്ലാതിരിക്കാം. ഇന്ന് പ്രചാരത്തിലുള്ള ഈ വേദഗ്രന്ഥങ്ങള് ഈ വൈരുദ്ധ്യങ്ങളും സങ്കീർണതകളും നിറഞ്ഞ അവസ്ഥയിലുള്ളതല്ല അള്ളാഹു അവതരിപ്പിച്ചത് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് ഈ സർവവേദം സത്യമാണ് എന്നത് ഉന്നയിച്ചുകൊണ്ട് പറയുന്നതിന് യാതൊരു കഴമ്പുമില്ല. മറ്റൊന്ന്, വിശുദ്ധ ഖുർആനിൽ തന്നെ ഞാൻ ഈ വേദിയിൽ പലപ്പോഴായിട്ട് സൂചിപ്പിച്ചതാണ്, അള്ളാഹു എല്ലാ പ്രവാചകന്മാരോടും ഒരു കരാറ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ശേഷം ദൈവിക സന്ദേശവുമായിട്ട് കടന്നു വരുന്ന ഒരു പ്രവാചകൻ, ആ പ്രവാചകനെ നിങ്ങൾ പിന്തുണക്കണം, അദ്ദേഹത്തെ സത്യപ്പെടുത്തണം, അദ്ദേഹത്തെ ഇത്തിബാഴ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശമാണ് ആ ആയത്തില് നൽകപ്പെടുന്നത്. നമ്മളത് വിശദമായിട്ട് ഈ വേദിയിൽ പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൂർവിക വേദങ്ങളുടെ അനുയായികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിനെ തുടർന്ന് പിൻപറ്റേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും വിശുദ്ധ ഖുർആനെയുമാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് തന്നെ പൂർവിക മതത്തിന്റെ ആളുകള്, പൂർവിക വേദങ്ങളുടെ ആളുകള് അക്കാര്യത്തില് അവരുടെ ശരിയായ അവരുടെ പ്രവാചകന്മാർ അവരെ പഠിപ്പിച്ചിരുന്നതിൽ ഈ കാര്യം കൂടി അള്ളാഹുവുമായിട്ട് പ്രവാചകന്മാർക്ക് നിർവഹിക്കേണ്ടത് ആയിട്ടുണ്ടായിരുന്ന ആ കരാറിനെ കുറിച്ച് കൂടി മനസ്സിലാക്കിക്കൊണ്ട് സത്യമാർഗത്തിലേക്ക് വരിക എന്നതാണ് അവരോട് നമുക്ക് പറയാനുള്ള കാര്യം. മറിച്ച് അവര് അവരുടെ വഴിയിൽ നിന്നോട്ടെ, നമുക്ക് നമ്മളുടെ വഴിയിൽ പോവാം എന്ന വിധത്തിലുള്ള ഒരു ദീനല്ല അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരെങ്കിലും മറ്റൊരു പേരിൽ മറ്റൊരു ദീന് എന്നുള്ള നിലക്ക് നിലക്കൊള്ളുന്നുണ്ടെങ്കിൽ അതൊരു വ്യതിചലനമാണ്. തീർച്ചയായിട്ടും അത് ഹക്കിന്റെ പാതയിൽ നിന്ന് വഴിതെറ്റി പോകലാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. ഇക്കാര്യം ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും ഉൾക്കൊള്ളാൻ നമുക്ക് ശ്രമിക്കാൻ കഴിയുകയാണെങ്കിൽ ഇവിടെ ഹക്കീം സാഹിബ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള തരത്തിലുള്ള മാർഗഭ്രംശം സംഭവിക്കുന്നതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അത് മുതിർന്നവരായാലും യുവാക്കളായാലും ഒക്കെ ഈ കാര്യത്തില് നല്ല ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ കൈകാര്യം ചെയ്യപ്പെടാനായിട്ടുള്ള ഒരു ചോദ്യം ഇവിടെ ഓൾറെഡി ലഭിച്ചതുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ച നാളെയും തുടരും. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.